വെൽക്കം ടു സിമ്പിൾ കെമിസ്ട്രി. സിമ്പിൾ കെമിസ്ട്രിയുടെ പുതിയൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗ്രൂപ്പ് തിയറിയുടെ കുറച്ച് ബേസിക് ഐഡിയാസാണ് നോക്കുന്നത്. ഗ്രൂപ്പ് തിയറി എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ ഗ്രൂപ്പ് തിയറിയിൽ എന്താണ് ഡിസ്കസ് ചെയ്യാറുള്ളതെന്ന് നമുക്കറിയാം. ഗ്രൂപ്പ് തിയറി ഈസ് ദി സ്റ്റഡി ഓഫ് സിമ്മട്രിയെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ഗ്രൂപ്പ് തിയറി. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ബൈലാറ്ററൽ സിമെട്രി ഉള്ളതാണ്. അതുപോലെ ഇംഗ്ലീഷ് ആൽഫാബറ്റ്സിലെ എ അതുപോലെ ബി എന്ന ലെറ്റേഴ്സ് എല്ലാം സിമെട്രിക് ആണെന്നറിയാം. പി എന്ന ലെറ്റർ സിമെട്രിക് അല്ല. അതിനെ നമ്മൾ ഏതെങ്കിലും പ്ലെയിനോ അല്ലെങ്കിൽ പോയിൻ്റോ ആക്സിസോ കൺസിഡർ ചെയ്താൽ ഇമാജിനറി ആയിട്ടുള്ള പ്ലെയിന്, പോയിൻ്റ്, ആക്സിസ് ഇവ കൺസിഡർ ചെയ്താലും നമുക്ക് സിമെട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ 2 ഈക്വൽ ഹാഫ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ സിമെട്രിക് അല്ല പി എന്ന ലെറ്റർ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഗ്രൂപ്പ് തിയറി സിമെട്രി ആണെന്ന് നമുക്ക് മനസ്സിലായി. സിമെട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ട്രക്ചറിന് ഈക്വൽ ഹാഫായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് സിമെട്രി ഉള്ള സ്ട്രക്ചറാണെന്ന് പറയാം. അപ്പോൾ ഈ സിമെട്രി കൺസിഡർ ചെയ്യണമെങ്കിൽ നമ്മൾ നോക്കേണ്ടത് കുറച്ച് സിമെട്രി എലമെൻറ്റ്സ് പരിഗണിക്കേണ്ടതുണ്ട്. സിമെട്രി എലമെൻറ്റ്സ് ഇമാജിനറി ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. ലൈൻ ആവാം, പോയിൻ്റ് ആവാം, ആക്സിസ് ആവാം. അപ്പോൾ ഇമാജിനറി ലൈൻ അല്ലെങ്കിൽ പോയിൻ്റ് അതും അല്ലെങ്കിൽ ആക്സിസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈക്വൽ ഹാഫായിട്ടുള്ള സ്ട്രക്ചേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രക്ചർ സിമെട്രിക് ആണെന്ന് പറയാം, സിമെട്രി ഉണ്ടെന്ന് പറയാം. സിമെട്രി ഉള്ള സ്ട്രക്ചേഴ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഗ്രൂപ്പ് തിയറിയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞു ഇമാജിനറി ആയിട്ടുള്ള ലൈന്, പോയിൻ്റ്, ആക്സിസ് ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ഈക്വൽ ഹാഫ് സ്ട്രക്ചേഴ്സ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ 3 കാര്യങ്ങൾ ലൈന്, പോയിൻ്റ്, ആക്സിസ് ഇതിനെയാണ് നമ്മൾ സിമെട്രി എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. സിമെട്രി എലമെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. A symmetry element is a geometrical entity such as a point, a line or a plane about which a symmetry operation is performed. അതായത് ഒരു സിമെട്രി ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പരിഗണിക്കുന്ന പോയിൻ്റ്, ലൈന് അല്ലെങ്കിൽ ആക്സിസ് ഈ 3 എലമെൻറ്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സിമെട്രി എലമെൻറ്റ്. ഇത് ഇമാജിനറി ആയിട്ടുള്ളതാണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ സിമെട്രി എലമെൻറ്റ്സ് സിമെട്രി ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ സിമെട്രി ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പോയിൻ്റ് എന്ന സിമെട്രി എലമെൻറ്റ് ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്ന സിമെട്രി ഓപ്പറേഷൻ ഇൻവേർഷനാണ്. നെക്സ്റ്റ് ആക്സിസ് ഉപയോഗിച്ചാണ് നമ്മൾ സിമെട്രി എലമെൻറ്റ് ആക്സിസ് ആണെങ്കിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന സിമെട്രി ഓപ്പറേഷൻ റൊട്ടേഷൻ ആയിരിക്കും. നെക്സ്റ്റ് തേർഡ് വൺ പ്ലെയിൻ എന്ന സിമെട്രി എലമെൻറ്റ്സ് ഉപയോഗിച്ചാൽ നമുക്ക് റിഫ്ലക്ഷൻ എന്ന സിമെട്രി ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പോയിൻ്റ്, ആക്സിസ്, പ്ലെയിന് ഇത് ഇമാജിനറി സിമെട്രി എലമെൻറ്റ്സ് ആണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന സിമെട്രി ഓപ്പറേഷൻസ് ആണ് ഇൻവേർഷൻ, റൊട്ടേഷൻ ആൻഡ് റിഫ്ലക്ഷൻ. A symmetry operation is a geometrical operation like reflection, rotation, inversion, etc., which leads to a configuration indistinguishable from the original configuration. A symmetry operation is a geometrical operation like reflection, rotation, inversion, etc., which leads to a configuration indistinguishable from the original configuration. അതായത് ഒരു സിമെട്രി എലമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇൻവേർഷൻ, റൊട്ടേഷൻ, റിഫ്ലക്ഷൻ പോലെയുള്ള സിമെട്രി ഓപ്പറേഷൻസ് നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒറിജിനൽ കോൺഫിഗറേഷനേക്കാൾ ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഒറിജിനൽ കോൺഫിഗറേഷൻ ഉണ്ട്, സിമെട്രി ഓപ്പറേഷൻസ് നടത്തുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ ആയിരിക്കും. അപ്പോൾ എന്താണ് ഇൻഡിസ്റ്റിങ്വിഷബിൾ കോൺഫിഗറേഷൻ, അതുപോലെ തന്നെ ഇക്വലൻ്റ് കോൺഫിഗറേഷൻ, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ സിമെട്രി ഓപ്പറേഷൻസ് വഴി നമുക്ക് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ പറ്റൂ. അപ്പോൾ നമുക്ക് വാട്ടർ മോളിക്യൂളിൻ്റെ കേസ് എക്സാമ്പിളായിട്ട് എടുത്തുകൊണ്ട് അതിൻ്റെ ഐഡൻറ്റിക്കൽ ഓറിയൻറ്റേഷനും അതുപോലെ തന്നെ ഇൻഡിസ്റ്റിങ്വിഷബിൾ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇൻഡിസ്റ്റിങ്വിഷബിൾ ഓറിയൻറ്റേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം.
അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഒറിജിനൽ കോൺഫിഗറേഷനെ ഇൻഡിസ്റ്റിങ്വിഷബിൾ ആക്കി മാറ്റുകയാണ് സിമെട്രി ഓപ്പറേഷൻസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ളൊരു എക്സാമ്പിളാണ് വാട്ടർ മോളിക്യൂൾ. നമുക്കറിയാം, സ്ട്രക്ചറൊക്കെ അറിയാം, വി ഷേപ്പാണ്. അപ്പോൾ വാട്ടർ മോളിക്യൂളിൽ നമ്മൾ സിമെട്രി എലമെൻ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് ആക്സിസ് ആണ്. ആക്സിസ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം റൊട്ടേഷൻ എന്ന സിമെട്രി ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ റൊട്ടേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ, ഓറിയൻറ്റേഷനാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്, വാട്ടർ മോളിക്യൂളിലെ 2 ഹൈഡ്രജനെ തമ്മിൽ വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട്, റൊട്ടേഷനിൽ പൊസിഷൻ ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് H1 H2 ഫസ്റ്റ് സെക്കൻഡ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്സിസ് ഓഫ് സിമെട്രി വഴി, അതായത് റൊട്ടേഷൻ നടത്തി കഴിഞ്ഞാൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് സ്ട്രക്ചർ കിട്ടും. എഗെയിൻ 180 ഡിഗ്രി റൊട്ടേഷൻ എന്ന സിമെട്രി ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ കോൺഫിഗറേഷൻ തന്നെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ കോൺഫിഗറേഷനാണ് കിട്ടുന്നത്. ഇനി നമുക്ക് കിട്ടിയ ഈ മൂന്ന് സ്ട്രക്ചേഴ്സ് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റും സെക്കൻഡും ഈക്വലൻ്റ് ആണ്, അല്ലെങ്കിൽ ഇൻഡിസ്റ്റിങ്വിഷബിൾ ഓറിയൻറ്റേഷൻ ആണെന്ന് പറയാം. ഇൻഡിസ്റ്റിങ്വിഷബിൾ ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ ഈക്വലൻ്റ് ഓറിയൻറ്റേഷൻ ആണ് ഫസ്റ്റും സെക്കൻഡും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻഡിസ്റ്റിങ്വിഷബിൾ കോൺഫിഗറേഷനാണ് കിട്ടുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇൻഡിസ്റ്റിങ്വിഷബിൾ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇക്വലൻ്റ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ? Indistinguishable configuration or equivalent orientation is an orientation similar to the original orientation but not the identity. അതായത് ഒറിജിനൽ ഓറിയൻറ്റേഷൻ, നമ്മുടെ ഒന്നാമത്തെ സ്ട്രക്ചറാണ് ഒറിജിനൽ, വാട്ടർ മോളിക്യൂളിൻ്റെ ഒറിജിനൽ സ്ട്രക്ചർ അതായിരുന്നു. അപ്പം അതുപോലെ തോന്നിക്കുന്ന എന്നാൽ അതല്ലാത്ത സ്ട്രക്ചറാണ് എന്ത്? ഇൻഡിസ്റ്റിങ്വിഷബിൾ ഓറിയൻറ്റേഷൻ. സംഭവം വാട്ടർ മോളിക്യൂൾ തന്നെയാണ്, പക്ഷേ ഹൈഡ്രജൻസിൻ്റെ പൊസിഷനിൽ മാറ്റം വന്നു. ഇപ്പോൾ ഒറിജിനൽ കോൺഫിഗറേഷനോ പോലെ തോന്നിക്കുന്ന കോൺഫിഗറേഷനാണ് എന്ത്? ഇൻഡിസ്റ്റിങ്വിഷബിൾ കോൺഫിഗറേഷൻ. അത് ശരിക്കും എന്തല്ല? ഒറിജിനൽ കോൺഫിഗറേഷൻ അല്ല. രണ്ടാമത്തെ കേസ് നോക്കാം. ഫസ്റ്റും തേർഡ് സ്ട്രക്ചേഴ്സും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി 2 തവണ റൊട്ടേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഐഡൻറ്റിക്കൽ അല്ലെങ്കിൽ ഒറിജിനൽ ഓറിയൻറ്റേഷൻ തന്നെ കിട്ടി. അപ്പോൾ ഫസ്റ്റും തേർഡും ഒറിജിനൽ ഐഡൻറ്റിക്കൽ ഓറിയൻറ്റേഷനാണ്. ഫസ്റ്റും സെക്കൻഡും സ്ട്രക്ചേഴ്സ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഡിസ്റ്റിങ്വിഷബിൾ ഓർ ഈക്വലൻ്റ് ഓറിയൻറ്റേഷനാണെന്ന് പറയാം. അപ്പോൾ ഇൻഡിസ്റ്റിങ്വിഷബിൾ അല്ലെങ്കിൽ ഈക്വലൻ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പോലെ എന്നാണ് അർത്ഥം, അത് ഐഡൻറ്റിക്കൽ അല്ല. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ഈക്വലൻ്റ് ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ ഇൻഡിസ്റ്റിങ്വിഷബിൾ ഓറിയൻറ്റേഷൻ ആണ്. ഈക്വലൻ്റ് ഓറിയൻറ്റേഷൻ ഈസ് ആൻ ഓറിയൻറ്റേഷൻ സിമിലർ ടു ദ ഒറിജിനൽ ഓറിയൻറ്റേഷൻ ബട്ട് നോട്ട് ദി ഐഡൻറ്റിറ്റി. നെക്സ്റ്റ് ഈസ് സിമെട്രി എലമെൻറ്റ്സ്. സിമെട്രി എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു സിമെട്രി എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇമാജിനറി പ്ലെയിൻ ആവാം, ലൈൻ ആവാം, പോയിൻ്റ് ആവാം, അല്ലെങ്കിൽ ആക്സിസ് ആവാം എന്ന് പറഞ്ഞു. ഇപ്പോൾ 5 ടൈപ്പ് സിമെട്രി എലമെൻറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഐഡൻറ്റിറ്റി, സെക്കൻഡ് വൺ ആക്സിസ് ഓഫ് സിമെട്രി CN, തേർഡ് വൺ സെൻറ്റർ ഓഫ് ഇൻവേർഷൻ I, ഫോർത്ത് വൺ പ്ലെയിൻ ഓഫ് സിമെട്രി സിഗ്മ, ഫിഫ്ത്ത് വൺ ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് സിമെട്രി SN. ഇതാണ് 5 ഇമ്പോർട്ടൻറ്റ് സിമെട്രി എലമെൻറ്റ്സ്. നമുക്കിനി ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഐഡൻറ്റിറ്റി എന്താണെന്ന് നമുക്കറിയാം. നോ സിമെട്രി എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ ദി മോളിക്യൂൾ. ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ മോളിക്യൂളിൽ ഒരു സിമെട്രി എലമെൻറ്റും ഇല്ല, മോളിക്യൂളിൽ നമ്മൾ സിമെട്രി ഓപ്പറേഷൻസ് ഒന്നും തന്നെ കണ്ടക്ട് ചെയ്യുന്നില്ല. ഇതാണ് എന്ത്? ഐഡൻറ്റിറ്റി. മോളിക്യൂൾ അതുപോലെ തന്നെ കൊടുക്കുന്നതാണ് ഐഡൻറ്റിറ്റി. E എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ മോളിക്യൂളിൽ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് എന്ത്? അതിൻ്റെ ഐഡൻറ്റിറ്റി എന്ന സിമെട്രി എലമെൻറ്റ്. നെക്സ്റ്റ് വൺ ആക്സിസ് ഓഫ് സിമെട്രി CN. ആക്സിസ് എന്ന സിമെട്രി എലമെൻറ്റ് ഉപയോഗിച്ചാൽ നമുക്ക് റൊട്ടേഷൻ എന്ന സിമെട്രി ഓപ്പറേഷനാണ് നടത്താൻ പറ്റുക എന്നുള്ളത് നമ്മൾ വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ കണ്ടതാണ്. അപ്പോൾ ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറഞ്ഞാൽ ദ ഇമാജിനറി ആക്സിസ് പാസിംഗ് ത്രൂ ദ മോളിക്യൂൾ എബോവ് വിച്ച് ദ മോളിക്യൂൾ ക്യാൻ ബി റൊട്ടേറ്റഡ് ടു പ്രൊഡ്യൂസ് ഈക്വലൻ്റ് ഓറിയൻറ്റേഷൻ. ദ ഇമാജിനറി ആക്സിസ് passing through the molecule above which the molecule can be rotated to produce equivalent orientation. അതായത് ഈക്വലൻ്റ് ഓറിയൻറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റൊട്ടേഷൻ എന്ന സിമെട്രി ഓപ്പറേഷൻ
കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിസ് ഓഫ് സിമെട്രി കിട്ടും. അപ്പോൾ അതിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സിമെട്രി എലമെൻ്റാണ് എന്ത്? ഇമാജിനറി ആക്സിസ്. CN എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. അപ്പോൾ N റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓർഡറാണ്, അല്ലെങ്കിൽ N നമ്പർ ഈക്വലൻ്റ് ഓറിയൻറ്റേഷൻ ഉണ്ടെന്ന് പറയാം. N നമ്പർ ഇൻഡിസ്റ്റിങ്വിഷബിൾ ഓറിയൻറ്റേഷൻ ഉണ്ട് എന്നുള്ളതാണ് CN എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അതിൽ N എന്ന് പറയുന്നത് ഓർഡറാണ്, CN എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് N ഇൻഡിസ്റ്റിങ്വിഷബിൾ ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ N ഈക്വലൻ്റ് ഓറിയൻറ്റേഷൻസ് പോസിബിൾ ആണ് എന്നുള്ള ഐഡിയ ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ആംഗിൾ ഓഫ് റൊട്ടേഷൻ ആണ്. ആംഗിൾ ഓഫ് റൊട്ടേഷൻ തീറ്റ ഇസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ N. ആംഗിൾ ഓഫ് റൊട്ടേഷൻ തീറ്റ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എത്ര ആംഗിളിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് എന്ന ഐഡിയ നമുക്കിതിൽ നിന്ന് കിട്ടും. തീറ്റ ഇസ് ഈക്വൽ ടു 360 ബൈ N. എക്സാമ്പിൾ N ഈക്വൽ ടു 2 ആണെങ്കിൽ അത് C2 ആക്സിസ് ഓഫ് സിമെട്രി ആണ്. C2 ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഇമാജിനറി ആക്സിസ് എത്ര ഡിഗ്രിയിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണം? 180 ഡിഗ്രിയിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ഇനി N ഈക്വൽ ടു 3 ആണെങ്കിൽ C3 ആക്സിസ് ഓഫ് സിമെട്രി ആണ്. നമ്മൾ റൊട്ടേഷൻ എന്ന സിമെട്രി ഓപ്പറേഷൻ 120 ഡിഗ്രിയിലാണ് നടത്തേണ്ടത്. N ഈക്വൽ ടു 4 C4 ആണ്. തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. എക്സാമ്പിൾ നോക്കാം. വാട്ടർ മോളിക്യൂൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇൻഡിസ്റ്റിങ്വിഷബിളും ഐഡൻറ്റിക്കൽ ഓറിയൻറ്റേഷനും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഡിഗ്രിയിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏത് ആക്സിസ് ആണ് അവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒന്നാമത്തെ സ്ട്രക്ചറിനെ നമുക്ക് 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്ട്രക്ചർ കിട്ടും. തേർഡ് സ്ട്രക്ചർ കിട്ടണമെങ്കിൽ വീണ്ടും 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ രണ്ടാമത്തെ സ്ട്രക്ചേഴ്സ് ഐഡൻറ്റിക്കലാണ്, ഇൻഡിസ്റ്റിങ്വിഷബിൾ അല്ല. ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ട് രണ്ട് സ്ട്രക്ചേഴ്സാണുള്ളത്, ഒന്നാമത്തെയും രണ്ടാമത്തെയും. അപ്പോൾ N എന്ന ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത് ഓർഡറാണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഈക്വലൻ്റ് ഓറിയൻറ്റേഷനാണ്, അതും അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻഡിസ്റ്റിങ്വിഷബിൾ ഓറിയൻറ്റേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ 2 ഇൻഡിസ്റ്റിങ്വിഷബിൾ അല്ലെങ്കിൽ 2 ഈക്വലൻ്റ് ഓറിയൻറ്റേഷൻ ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ N വാല്യൂ 2 ആണ്. N വാല്യൂ 2 ആണെങ്കിൽ ആക്സിസ് ഓഫ് സിമെട്രിയെ നമ്മൾ CN കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. C2 ആക്സിസ് ആണ് ഉള്ളതെന്ന് പറയാം. അപ്പോൾ വാട്ടർ മോളിക്യൂളിൽ C2 ആക്സിസ് ഓഫ് സിമെട്രി ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ചില മോളിക്യൂളിൽ ഒന്നിലധികം സിമെട്രിക് ആക്സിസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഹയസ്റ്റ് ഓർഡേർഡ് ആക്സിസ് ആണ്. ഇഫ് എ മോളിക്യൂൾ possesses several types of symmetry axis, the highest ordered axis is considered as the principal axis. That is, if a molecule possesses several types of symmetry axis, the highest fold proper rotation axis is considered as the principal axis. The other axes present are referred to as secondary axis. എക്സാമ്പിൾ നോക്കാം. XCF4 മോളിക്യൂൾ, സ്ക്വയർ പ്ലാനാർ XCF4 മോളിക്യൂളിൻ്റെ സ്ട്രക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ദി XCF4 മോളിക്യൂൾ has a C4 axis passing through the xenon atom and perpendicular to the molecular plane. മോളിക്കുലർ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ക്സെനോണിലൂടെ പാസ് ചെയ്യുന്ന ഒരു C4 ആക്സിസ് XCF4 മോളിക്യൂളിനുണ്ട്. അപ്പോൾ ഈ C4 ആക്സിസ് ആണ് ക്സെനോണിൻ്റെ കേസിലെ പ്രിൻസിപ്പൽ ആക്സിസ്, ഹയസ്റ്റ് ഓർഡേർഡ് ആക്സിസ്. ഇറ്റ് ഓൾസോ ഹാസ് 4 C2 ആക്സിസ് ഇൻ ഇറ്റ്സ് ഓൺ പ്ലെയിൻ. അതായത് ഇതിന് ഈ ഒരു C4 ആക്സിസ് കൂടാതെ 4 C2 ആക്സിസും ഇതിന് അതിൻ്റേതായ പ്ലെയിനിലുണ്ട്. പക്ഷേ ഇതിലെ ഹയസ്റ്റ് ഓർഡേർഡ് ആക്സിസ് മാത്രമേ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് കണക്കാക്കൂ. C4 ആണ്, C4 ആക്സിസ് ആണ് XCF4 മോളിക്യൂളിൻ്റെ കേസിൽ പ്രിൻസിപ്പൽ ആക്സിസ്. ബാക്കിയുള്ള 4 C2 ആക്സിസും സെക്കൻഡറി ആക്സിസ് ആണെന്ന് നമുക്ക് പറയാം. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്, ഓൾ ലീനിയർ മോളിക്യൂൾസ് ഹാവ് C ഇൻഫിനിറ്റി ആക്സിസ്. അതായത് എല്ലാ ലീനിയർ മോളിക്യൂൾസിനും C ഇൻഫിനിറ്റി ആക്സിസ് മാത്രമേ ഉണ്ടാവുള്ളൂ. എക്സാമ്പിൾ നോക്കാം. HBr, CO, HCl, CO2, N2 ഇതെല്ലാം ലീനിയർ മോളിക്യൂൾസ് ആണ്. അപ്പോൾ ലീനിയർ മോളിക്യൂൾസിൻ്റെ കേസിൽ C ഇൻഫിനിറ്റി ആക്സിസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. നമ്മൾ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് C ഇൻഫിനിറ്റി ആക്സിസ് ഏതാണ് എന്നുള്ളത്.
എന്തുകൊണ്ടാണ് എല്ലാ ലീനിയർ മോളിക്യൂൾസിനും സി ഇൻഫിനിറ്റി ആക്സിസ് ആണ് ഉള്ളതെന്ന് പറയുന്നത് നോക്കാം. എ ലീനിയർ മോളിക്യൂൾ ലൈക്ക് H2N2HCl or C2H2 has a lengthwise C infinity axis collinear with the molecular axis about which the molecule can be rotated by any angle imaginable to get an equivalent configuration. അതായത് ഈക്വലൻ്റ് കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊരു ആംഗിളിൽ നമ്മൾ മോളിക്യൂളിനെ ലെങ്ത് വൈസ് റൊട്ടേറ്റ് ചെയ്താലും നമുക്ക് എന്താ കിട്ടുന്നത്? സി ഇൻഫിനിറ്റീവ് ആക്സിസ് ആണ് കിട്ടുന്നത്. അതായത് ഈക്വലൻ്റ് ഓറിയൻറ്റേഷൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ലെങ്ത് വൈസ് നമ്മൾ മോളിക്യൂളിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വലൻ്റ് കോൺഫിഗറേഷൻ തന്നെ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് എല്ലാ ലീനിയർ മോളിക്യൂൾസിൻ്റെ കേസിലും സി ഇൻഫിനിറ്റീവ് ആക്സിസ് ആണ് കിട്ടുന്നത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് പ്ലെയിനോ സിമെട്രി. പ്ലെയിനോ സിമെട്രി 3 ടൈപ്പ് ഉണ്ടെന്ന് പറയാം. വെർട്ടിക്കൽ പ്ലെയിനോ സിമെട്രി സിഗ്മ വി, ഹൊറിസോണ്ടൽ പ്ലെയിനോ സിമെട്രി സിഗ്മ എച്ച്, ഡൈഹെഡ്രൽ പ്ലെയിനോ സിമെട്രി സിഗ്മ ഡി. If in a molecule there exists a plane which divides the molecule into 2 halves that are related to each other as an object is to its mirror image, the plane is said to be a plane of symmetry or mirror plane. അതായത് നമുക്കറിയാം പ്ലെയിനോ സിമെട്രി വെച്ച് നമ്മൾ ചെയ്യുന്ന സിമെട്രി ഓപ്പറേഷൻ റിഫ്ലക്ഷനാണ് അല്ലേ. അപ്പോൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? മിററാണ്. അപ്പോൾ പ്ലെയിൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് മിററിനെയാണ്, റിഫ്ലക്ഷനെയാണ്, മിററിനെയാണ്. അപ്പോൾ ഒരു പ്ലെയിന് മോളിക്യൂളിലൂടെ പാസ് ചെയ്താൽ അതിനെ ഈക്വലായിട്ട് 2 ഹാഫായിട്ട് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്ലെയിനിനെ നമുക്ക് പ്ലെയിനോ സിമെട്രിക് ആയിട്ടുള്ള സിമെട്രി ആണെന്ന് പറയാം. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇമാജിനറി പ്ലെയിന് മോളിക്യൂളിലൂടെ പാസ് ചെയ്താൽ അതിനെ നമുക്ക് 2 ഈക്വൽ ഹാഫായിട്ട് കട്ട് ചെയ്യാൻ പറ്റണം, ബൈസെക്റ്റ് ചെയ്യാൻ പറ്റണം. ഇതാണ് അതിൻ്റെ പ്ലെയിനോ സിമെട്രി. If in a molecule there exists a plane which divides the molecule into 2 halves that are related to each other as an object is to its mirror image, the plane is said to be a plane of symmetry or mirror plane sigma. Here the symmetry plane is the symmetry element and reflection across it is the symmetry operation. അപ്പോൾ സിമെട്രി പ്ലെയിൻ ആണ് ഇവിടുത്തെ സിമെട്രി എലമെൻറ്റ്, അതുപോലെ റിഫ്ലക്ഷൻ ആണ് ഇവിടുത്തെ സിമെട്രി ഓപ്പറേഷൻ. Here the symmetry plane is the symmetry element and reflection across it is the symmetry operation. For any planar molecule, the molecular plane itself will be a symmetric plane. അതായത് മോളിക്യൂൾ പ്ലാനാർ ആണെങ്കിൽ ആ മോളിക്കുലാർ പ്ലെയിൻ തന്നെയാണ് അതിൻ്റെ സിമെട്രി പ്ലെയിൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഈസ് സിഗ്മ വി. വെർട്ടിക്കൽ സിമെട്രിക് പ്ലെയിൻ എന്താണെന്ന് നോക്കാം. എനി പ്ലെയിൻ വിച്ച് ഈസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്ന പ്ലെയിനാണ് സിഗ്മ വി അല്ലെങ്കിൽ വെർട്ടിക്കൽ സിമെട്രിക് പ്ലെയിൻ എന്ന് പറയുന്നത്. എ സിമെട്രി പ്ലെയിൻ that contains the principal axis of the molecule is called a vertical plane of symmetry, represented as sigma v. Next is sigma h. Any plane which is perpendicular to principal axis. പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ ആണ് സിഗ്മ എച്ച് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് നമ്മൾ പറയും. വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് പറഞ്ഞാൽ അത് പാരലലായിട്ട് വരുന്നതാണ്, പെർപെൻഡിക്കുലർ ആയി വരുന്നതാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് സിമെട്രി സിഗ്മ എച്ച്. എ സിമെട്രിക് പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് ദി മോളിക്യൂൾ ഈസ് കാൾഡ് എ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് സിമെട്രി. നെക്സ്റ്റ് ഈസ് സിഗ്മ ഡി. സിഗ്മ ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡൈഹെഡ്രൽ പ്ലെയിൻ ഓഫ് സിമെട്രി ആണ്. ഡൈഹെഡ്രൽ പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് പറഞ്ഞാൽ എ സിമെട്രിക് പ്ലെയിൻ ദാറ്റ് കണ്ടെയ്ൻസ് ദ പ്രിൻസിപ്പൽ ആക്സിസ് ആൻഡ് at the same time bisects the angle between 2 similar adjacent C2 axes in the molecule is called a dihedral plane of symmetry. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിമെട്രിക് പ്ലെയിന് പ്രിൻസിപ്പൽ ആക്സിസ് വരണം, അതുപോലെ തന്നെ 2 അഡ്ജസൻറ്റ് C2 ആക്സിസ്
ആക്സിസ് ക്രിയേറ്റ് ചെയ്യുന്ന രണ്ട് ആംഗിൾ ബൈസെക്റ്റ് ചെയ്യുന്നതുമായിരിക്കണം. ആ ഒരു പ്ലെയിൻ ആയിരിക്കണം ഡൈഹെഡ്രൽ പ്ലെയിൻ ഓഫ് സിമെട്രി. എ സിമെട്രിക് പ്ലെയിൻ ദാറ്റ് കണ്ടെയ്ൻസ് ദ പ്രിൻസിപ്പൽ ആക്സിസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ബൈസെക്ട്സ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു സിമിലർ അഡ്ജസൻറ്റ് C2 ആക്സിസ് ഇൻ ദ മോളിക്യൂൾ ഡിനോട്ടഡ് ബൈ സിഗ്മ ഡി. ഡൈഹെഡ്രൽ പ്ലെയിന് നമ്മൾ സിഗ്മ ഡി കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. എക്സാമ്പിൾ നോക്കാം നമുക്ക്. അല്ലീൻ്റെ കേസിൽ സിഗ്മ ഡി പ്ലെയിനാണ് വരുന്നത്. കൺസിഡർ ദ അല്ലീൻ മോളിക്യൂൾ ഇൻ വിച്ച് ദ 2 CH2 ഗ്രൂപ്പ്സ് ലൈസ് ഇൻ പ്ലെയിൻസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. It has two symmetry plane which bisects the angle 90 degree between two adjacent C2 axes. These two planes are dihedral symmetry planes. Next is center of symmetry or inversion center I. If in a molecule a straight line from any atom projected through the center of the molecule encounters an equivalent atom equidistant from the center, the central point is called center of symmetry or center of inversion. എക്സാമ്പിൾ നോക്കാം. സെൻറ്റർ ഓഫ് സിമെട്രിക് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ് N2, C2, H2, CO2, SF6, സ്റ്റാഗേർഡ് ഈഥെയ്ന്, എത്തിലീന്, ബെൻസീന്. ഇതെല്ലാം സെൻറ്റർ ഓഫ് സിമെട്രിക് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. അപ്പോൾ നമുക്ക് ഈ എക്സാമ്പിളുകൾ നോക്കിയാൽ മനസ്സിലാവും. മോളിക്യൂളിൻ്റെ സെൻറ്ററിലുള്ള ഒരു പോയിന്റിലൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്യുകയാണെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈന് മോളിക്യൂൾസിനെ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ഇതാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. Next is improper rotation axis Sn. If rotation of a molecule about an axis through a certain angle followed by reflection in a plane perpendicular to the axis yields an equivalent configuration, the axis is called improper rotation axis. അതായത് നമ്മൾ മോളിക്യൂളിനെ ഏതെങ്കിലും ഒരു ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ റിഫ്ലക്ഷൻ ചെയ്യുകയാണെങ്കിൽ, റിഫ്ലക്ഷൻ എന്ന സിമെട്രി ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സിമെട്രി ഓപ്പറേഷൻ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് വേണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വലൻ്റ് കോൺഫിഗറേഷൻ കിട്ടും. അപ്പം അതിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ആക്സിസിനെ പറയുന്ന പേരാണ് ഇംപ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ്. എക്സാമ്പിൾ CH4 ആണ്. കൺസിഡർ CH4 which is a regular tetrahedral molecule. It has 3 C2 axes, each one being perpendicular to the face of the cube containing the tetrahedron. These 3 C2 axes are simultaneously S4 because 90-degree rotation about any of the above axes followed by reflection about a plane perpendicular to it produces an equivalent configuration. അതായത് ഇവിടുത്തെ ഇംപ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് എന്ന് പറയുന്നത് S4 ആണ്. അതിന് കാരണം നമ്മൾ 90 ഡിഗ്രിയിൽ റൊട്ടേഷനും കൂടാതെ തന്നെ റിഫ്ലക്ഷനും നടത്തുമ്പോൾ നമുക്ക് പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ റിഫ്ലക്ഷനും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് S4 എന്ന് പറയുന്ന ഇംപ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് ആണ് CH4ൻ്റെ കേസിൽ വരുന്നത്. നെക്സ്റ്റ്, പോയിന്റ് ഗ്രൂപ്പ്സ്. ഇഫ് എ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ടു ഫോം എ ഗ്രൂപ്പ് ദ ഫോളോയിങ് റൂൾസ് ഓർ ഗ്രൂപ്പ് പോസ്റ്റ്ലേറ്റ്സ് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ്. അതായത് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യണമെങ്കിൽ, എലമെൻറ്റിൻ്റെ ഒരു പോയിന്റ് ഗ്രൂപ്പ് ഫോം ചെയ്യണമെങ്കിൽ താഴെ പറയുന്ന കുറച്ച് പോസ്റ്റ്ലേറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. ഏതൊക്കെയാണ് ആ പോസ്റ്റ്ലേറ്റ്സ് അല്ലെങ്കിൽ റൂൾസ് എന്ന് നോക്കാം. First one, closure rule. The product of any two elements in the group as well as the square of each element must be an element of the group. അതായത് ഒരു ഗ്രൂപ്പിനകത്തെ രണ്ട് എലമെൻറ്റിൻ്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ആ ഒരു പുതിയ എലമെൻ്റ് എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിനകത്ത് തന്നെയുള്ള എലമെൻ്റ് ആയിരിക്കണം. ദി പ്രോഡക്റ്റ് ഓഫ് എനി ടു എലമെൻറ്റ്സ് ഇൻ ദി ഗ്രൂപ്പ് ആസ് വെൽ ആസ് ദ സ്ക്വയർ ഓഫ് ഈച്ച് എലമെൻറ്റ് മസ്റ്റ് ബി ആൻ എലമെൻറ്റ് ഓഫ് ദി ഗ്രൂപ്പ്. Second rule, identity rule. In each group there should be an identity element.
which commutes with all others and leaves them unchanged. In each group, there should be an identity element which commutes with all others and leaves them unchanged. അതായത് ഓരോ ഗ്രൂപ്പിനകത്തും ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ടായിരിക്കും. ഈ ഐഡൻറ്റിറ്റി എലമെൻറ്റിൽ നമ്മൾ കമ്മ്യൂട്ട് ഓപ്പറേഷൻസ് നടത്തിയാലും അതിന് ചേഞ്ച് ഒന്നും ഇല്ലാതെ അതേ എലമെൻ്റായിട്ട് തന്നെ മാറ്റും എന്നുള്ളതാണ് ഐഡൻറ്റിറ്റി റൂള്. തേർഡ് വൺ, അസോസിയേറ്റീവ് റൂൾ. ദി അസോസിയേറ്റീവ് ലോ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ മസ്റ്റ് ഹോൾഡ്. അതായത് അസോസിയേറ്റീവ് ലോ ഓഫ് മൾട്ടിപ്ലിക്കേഷനാണ് ഈ ഒരു അസോസിയേറ്റീവ് റൂളിൽ വരുന്നത്. എ ഓഫ് ബി ഇൻറ്റു സി ഈക്വൽ ടു എ ബി ഓഫ് സി ആണ്. എ ഓഫ് ബി ഇൻറ്റു സി എന്ന് പറയുന്നത് എ ബി ഓഫ് സി ആണ്. വേർ എ ആൻഡ് ബി ആൻഡ് സി ആർ 3 elements ഓഫ് ദി ഗ്രൂപ്പ്. എയും ബിയും സിയും ഒരു ഗ്രൂപ്പിലെ എലമെൻ്റ് ആണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ അസോസിയേറ്റീവ് ലോ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈഡ് ആവുന്ന കേസാണ് അസോസിയേറ്റീവ് റൂള്. നെക്സ്റ്റ് വൺ, ഫോർത്ത് റൂള്, ഇൻവേഴ്സ് റൂൾ. ഈച്ച് എലമെൻറ്റ് ഓഫ് എ ഗ്രൂപ്പ് ഹാസ് ആൻ ഇൻവേഴ്സ് ഓർ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് ദി ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിലെ ഓരോ എലമെൻറ്റിനും ഇൻവേഴ്സ് ഉണ്ടായിരിക്കുക. ആ ഇൻവേഴ്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന പുതിയ എലമെൻ്റ് എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിനകത്തുള്ള എലമെൻറ്റ് തന്നെ ആയിരിക്കും. എക്സാമ്പിൾ, എ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഇൻവേഴ്സാണ് എ ഇൻവേഴ്സ് എങ്കിൽ എ ഇൻവേഴ്സ് ഇൻറ്റു എ ഈക്വൽ ടു എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ഗ്രൂപ്പിനകത്തുള്ള എലമെൻ്റ് ആണ്. ഇതാണ് ഇൻവേഴ്സ് റൂള്. നെക്സ്റ്റ് പോയിൻ്റ് ഗ്രൂപ്പ്സിലെ കുറച്ച് ടേംസ് നമുക്ക് നോക്കാം. Abelian groups. A group in which all elements commute with each other. A group in which all elements commute with each other are called Abelian group. Example, C2V. വാട്ടറിൻ്റെ പോയിൻ്റ് ഗ്രൂപ്പാണ് C2V. അപ്പോൾ അത് ഒരു പോയിൻ്റ് ഗ്രൂപ്പ് അബേലിയൻ ആവണമെങ്കിൽ എ ഗ്രൂപ്പ് ഇൻ വിച്ച് ഓൾ എലമെൻറ്റ്സ് കമ്മ്യൂട്ട് വിത്ത് ഈച്ച് അതർ. ആ ഗ്രൂപ്പിനകത്തുള്ള എല്ലാ എലമെൻറ്റും കമ്മ്യൂട്ട് ചെയ്തിരിക്കണം. ആ ഒരു കേസിൽ വരുന്നതാണ് വാട്ടർ മോളിക്യൂള് C2V പോയിൻ്റ് ഗ്രൂപ്പ്. ദി മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഫോർ എനി പെയർ ഓഫ് ദി എലമെൻറ്റ്സ്. വാട്ടർ മോളിക്യൂളിലെ C2V പോയിൻ്റ് ഗ്രൂപ്പാണ്. അപ്പോൾ അതിലെ ഏത് എലമെൻ്റ് എടുത്താലും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്മ്യൂട്ടാണ്. എലമെൻറ്റ്സ് ആണ് വാട്ടർ മോളിക്യൂളിൽ വരുന്ന C2V പോയിൻ്റ് ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് ആണ്. ഐഡൻറ്റിറ്റി C2Z, സിഗ്മ V XZ ആൻഡ് സിഗ്മ V YZ. ഇതിലെ ഏത് എലമെൻ്റ് എടുത്താലും മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതുകൊണ്ട് വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത് ഒരു അബേലിയൻ പോയിൻ്റ് ഗ്രൂപ്പാണെന്ന് പറയാം. C2V പോയിൻ്റ് ഗ്രൂപ്പ് അബേലിയൻ ആണ്. നെക്സ്റ്റ്, നോൺ അബേലിയൻ പോയിൻ്റ് ഗ്രൂപ്പ്. നോൺ അബേലിയൻ ഗ്രൂപ്പ്സ് എന്താണെന്ന് നോക്കാം. എ ഗ്രൂപ്പ് ഫോർ വിച്ച് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഫോർ സം പെയേഴ്സ് ഓഫ് ഇറ്റ്സ് എലമെൻറ്റ്. ചില എലമെൻറ്റ്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും, പക്ഷേ ചില എലമെൻറ്റ്സിൻ്റെ കേസിൽ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയിട്ട് വരുന്നില്ലെങ്കിൽ അത്തരം ഗ്രൂപ്പുകൾ നോൺ അബേലിയൻ ഗ്രൂപ്പ്സ് ആണ്. എക്സാമ്പിൾ, C3V പോയിൻ്റ് ഗ്രൂപ്പാണ്. അമോണിയയുടെ പോയിൻ്റ് ഗ്രൂപ്പാണ് C3V. C3Vയിലുള്ള ചില എലമെൻറ്റ്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയിട്ട് വരാത്തത് കാരണമാണ് നോൺ അബേലിയൻ പോയിൻ്റ് ഗ്രൂപ്പായി മാറിയത്. Next is cyclic groups. A group is said to be cyclic if the entire group can be generated by taking a single element, say A of the group and its powers a square, a cube, etc. a raised to h, where h is the order of the group and a raised to h equal to e. അതായത് ഒരു ഗ്രൂപ്പ് സൈക്ലിക് ഗ്രൂപ്പ് ആവണമെങ്കിൽ അതിലെ ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ പവർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രൂപ്പിനകത്തുള്ള എലമെൻറ്റ് തന്നെ കിട്ടും. എക്സാമ്പിൾ, എ എന്ന് പറയുന്ന എലമെൻറ്റ് ഒരു ഗ്രൂപ്പിനകത്തുള്ളതാണ്. അതിൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ ക്യൂബ് അല്ലെങ്കിൽ അപ് ടു എ റേസ് ടു എച്ച് വരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെ ആയിരിക്കും? ആ ഗ്രൂപ്പിനകത്തുള്ള എലമെൻറ്റ് തന്നെ ആയിരിക്കും. ഇതാണ് സൈക്ലിക് ഗ്രൂപ്പ്. അപ്പോൾ ഒരു എലമെൻറ്റിനെ സ്ക്വയർ ക്യൂബൊക്കെ ചെയ്താൽ നമുക്ക് ആ ഗ്രൂപ്പ് തന്നെ വീണ്ടും റീജനറേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓൾ നോൺ അബേലിയൻ ഗ്രൂപ്പ്സ് ആർ ഒബിവിയസ്ലി നോൺ സൈക്ലിക്. എല്ലാ നോൺ അബേലിയൻ ഗ്രൂപ്പ്സും നോൺ സൈക്ലിക് ആണ്.
നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ പോയിൻ്റ് ഗ്രൂപ്പ്സിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എക്സാമിന് പെട്ടെന്നൊരു മോളിക്യൂൾ തന്നു കഴിഞ്ഞാൽ അത് ഏത് സിമെട്രിക് പ്ലെയിനാണ്, ഏത് ആക്സിസ് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് പോയിൻ്റ് ഗ്രൂപ്പ്സ് പെട്ടെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജനറലൈസ് ചെയ്തിട്ട് നമ്മൾ പോയിൻ്റ് ഗ്രൂപ്പും അതിൻ്റെ സ്ട്രക്ചറും തമ്മിലൊന്ന് കണക്ട് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് സമയം നഷ്ടപ്പെടാതെ പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താം എന്നൊരു ഗുണമുള്ളത് കൊണ്ട് ഈ രീതിയിൽ നിങ്ങൾ ജോമെട്രിയും അതുപോലെ പോയിൻ്റ് ഗ്രൂപ്പ് റിലേറ്റ് ചെയ്ത് എക്സാമ്പിൾ വെച്ച് പഠിക്കുകയായിരിക്കും ഒന്നുകൂടി നന്നാവുന്നത്. ജനറൽ ഫോർമുല A2 ജോമെട്രി ലീനിയർ വിത്ത് I എന്താണ് നമുക്കറിയാം, ഇൻവേർഷൻ സെൻറ്റർ ആണ്. പോയിൻ്റ് ഗ്രൂപ്പ് D∞H ആണ്, എക്സാമ്പിൾ ഹൈഡ്രജൻ. നെക്സ്റ്റ് വൺ AB ഫോർമുല ജോമെട്രി ലീനിയർ വിത്തൗട്ട് I, C∞ പോയിൻ്റ് ഗ്രൂപ്പ്, എക്സാമ്പിൾ HF. നെക്സ്റ്റ് വൺ AB2 ടൈപ്പ് ലീനിയർ വിത്ത് I, D∞H പോയിൻ്റ് ഗ്രൂപ്പ്, എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ്. നെക്സ്റ്റ് വൺ ABC ടൈപ്പ് ലീനിയർ വിത്തൗട്ട് I, C∞ പോയിൻ്റ് ഗ്രൂപ്പ്, COS, എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ A2B ടൈപ്പ് ആംഗുലർ ജോമെട്രി, C2V വാട്ടർ മോളിക്യൂൾ ഈസ് ദ എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ A2B2 ടൈപ്പ് ലീനിയർ വിത്ത് I, D∞H, എക്സാമ്പിൾ C2H2. നെക്സ്റ്റ് AB2C2 ടൈപ്പ് ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ, C4V, CH2Cl2. നെക്സ്റ്റ് വൺ ABC3 ടൈപ്പ് ടെട്രാഹൈഡ്രൽ ജോമെട്രി, C3V പോയിൻ്റ് ഗ്രൂപ്പ്, CHCl3. AB3 ടൈപ്പ് പിരമിഡൽ ജോമെട്രി, C3V പോയിൻ്റ് ഗ്രൂപ്പ്, NH3. നെക്സ്റ്റ് വൺ AB4 ടൈപ്പ് ടെട്രാഹൈഡ്രൽ ജോമെട്രി, ടെട്രാഹൈഡ്രൽ പോയിൻ്റ് ഗ്രൂപ്പ്, CH4. AB5 ട്രയാഗണൽ ബൈപിരമിഡൽ, D3H പോയിൻ്റ് ഗ്രൂപ്പ്, PCl3. AB4 ആംഗുലർ ജോമെട്രി, C4V പോയിൻ്റ് ഗ്രൂപ്പ്, എക്സാമ്പിൾ SF4. നെക്സ്റ്റ് വൺ AB4 2- സ്ക്വയർ പ്ലാനാർ ജോമെട്രി, D4H പോയിൻ്റ് ഗ്രൂപ്പ്, എക്സാമ്പിൾ PTCl4 2-. നെക്സ്റ്റ് വൺ AB5 ടൈപ്പ് സ്ക്വയർ പിരമിഡൽ ജോമെട്രി, C4V പോയിൻ്റ് ഗ്രൂപ്പ്, BRF5. നെക്സ്റ്റ് വൺ AB6 ഒക്ടാഹെഡ്രൽ ജോമെട്രി, ഒക്ടാഹെഡ്രൽ പോയിൻ്റ് ഗ്രൂപ്പ്, എക്സാമ്പിൾ SF6. നെക്സ്റ്റ് വൺ AB7 ടൈപ്പ് പെൻറ്റഗണൽ ബൈപിരമിഡൽ ജോമെട്രി, D5H പോയിൻ്റ് ഗ്രൂപ്പ്, IF7.